മതിയണ്ണൻ. മോളിക്കുട്ടി മനസ്സിലായോ? പിന്നെ അന്ന് തൈമാസത്തില് തൈക്കാട്ടമ്പലത്തില് ഒരു തെയ്യത്തിന്റെ ഇടയ്ക്ക് വെച്ച് നമ്മള് കണ്ടത്. ഇപ്പൊ അങ്ങ് തൈക്കളവിയായല്ലേ? ഒന്ന് പോടുന്നു. അന്ന് ഞാനേ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കുമായിരുന്നു. ഓ അന്ന് എനിക്ക് അറിഞ്ഞൂടെ, അന്ന് ഞാൻ അവിടെ കാസറ്റ് കടയിൽ നിൽക്കുന്നു. ഞങ്ങളെ കടയിലായിരുന്നു വന്ന് VCRന്റെ കാസറ്റ് വാടകയ്ക്ക് എടുക്കുന്നത്. എനിക്കറിയാം. അനിയത്തിപ്രാവിന്റെ കാസറ്റ് എടുത്തോണ്ട് പോയിട്ട് പിന്നെ അങ്ങോട്ട് കണ്ടില്ലല്ലേ? അനിയത്തിപ്രാവെന്ന് പറഞ്ഞ എനിക്ക് എന്തുവാ തന്നത്? എന്തോ തന്ന്? കാസറ്റ് മാറിപ്പോയായിരുന്നു. അയ്യോ, എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ടപ്പം അച്ഛൻ പറയുവാ, ഈ ചേട്ടത്തിമാര് നിൽക്കുന്ന ഒന്നും നോക്കണ്ട, എത്രയും പെട്ടെന്ന് ഈ അനിയത്തിപ്രാവ് ഞാൻ കെട്ടിച്ചു വിട്ടേക്കാം. അത്രയ്ക്ക് ഫസ്റ്റ് കാസറ്റ് ആയിരുന്നു. എന്നിട്ട് കല്യാണം കഴിഞ്ഞോ? ഓ ഇല്ല, ചൊവ്വാത്ത വർഷം. അയ്യോ, ഇവിടെ പണിക്ക് നിക്കുവാ. ചൊവ്വാ ദിവസം ഉള്ളവരെ ഇവിടെ പണിക്കെടുക്കത്തോളൂ. അതല്ലെന്ന്, ഇവിടെ ജോലിക്ക് നിക്കുവാന്ന്. ആണോ? ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഇന്നലെ ഈ സോളാർ ഇവിടെ സെറ്റ് ചെയ്യാൻ വന്നായിരുന്നില്ല, എന്നിട്ട് കണ്ടില്ലല്ലേ? ഇന്നലെ എനിക്ക് തുണിയില്ലായിരുന്നു. അല്ല, ഇവിടെ വിരിക്കാനേ തുണിയില്ല. അപ്പൂപ്പനെ കട്ടിലേന്നൊന്ന് വീണായിരുന്നു, അതറിഞ്ഞപ്പോ ഒന്ന് പോയായിരുന്നു. അയ്യോ, അപ്പൂപ്പനെ എടുക്കാൻ പോയതായിരിക്കും. അല്ല, കട്ടിലിങ് എടുത്തോണ്ട് വരാൻ. നല്ല കൊച്ചുമോള്. അച്ഛന് പണിയുണ്ടോ? അച്ഛന് കിട്ടിയ പണി അറിഞ്ഞില്ലയോ? ഇല്ല. അടിച്ച് ഫിറ്റ് ആയിട്ട് ടൈലിട്ട തറയാന്നും പറഞ്ഞ കായലിൽ ഇറങ്ങി ഒറ്റ ഓട്ടം. അത് ഞാൻ അറിഞ്ഞായിരുന്നു. അച്ഛന് ഓട്ടത്തിന് എന്തോ സമ്മാനം കിട്ടിയെന്ന്. കിട്ടി. മിനുങ്ങണ ബൾബും ഒരു പ്ലാസ്റ്റിക്കിന്റെ മാലയും. ഇപ്പൊ ഇത് രണ്ടും ഇട്ട് ഫിറ്റ് ചെയ്താണ്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പൊ അന്ന് തന്നെ പടവായി ഭിത്തിയെ കേറി. അന്നാ കെട്ട് കഴിഞ്ഞ അണ്ണാ? ഇപ്പൊ കെട്ടത്തില്ല, വേണ്ട ഇത് വെച്ച് സ്ക്രൂ വെച്ചിട്ട് മുറുക്കത്തേ ഉള്ളൂ. അതല്ലെന്ന്, പിന്നെ കല്യാണം കഴിഞ്ഞാന്ന്. കല്യാണത്തിന്റെ കാര്യം ഒന്നും പറയണ്ട. ഞാൻ കല്യാണം കഴിക്കാനിരുന്ന പെണ്ണിനെ കാക്ക കൊണ്ടുപോയി. കൊണ്ടുപോയോ? കാക്ക ഒത്തിക്കൊണ്ടുപോയതല്ല, സുലൈമാൻ കാക്ക വന്ന് കല്യാണം കഴിച്ചോണ്ട് പോയി. ഈ കാക്കയുടെ ചിറകും പിടിച്ചൊരു കല്യാണ പെണ്ണ് തന്നെ ഇങ്ങനെ പോകുന്നത് എന്ത് രസമായിരിക്കും അല്ലേ? അതിന്റെ ഇടയ്ക്ക് കൂടെ അത്. കുഞ്ഞാവ് അറിയാത്തൊരു സീക്രട്ട് കുട്ടിച്ചേട്ടനുണ്ട്. എന്താ കിട്ടും? കുഞ്ഞാവ് അറിയാണ്ട് കുട്ടിച്ചേട്ടൻ ഒരിക്കൽ ഒരു സ്പേം ഡൊണേഷൻ ചെയ്തിട്ടുണ്ട്. അതാണോ? നല്ല കാര്യല്ലേ കുട്ടു? ഇപ്പൊ എന്താ പ്രശ്നം വെച്ചാലേ, ആ റിസീവറിനെ അതിന്റെ ഭർത്താവ് ഉപേക്ഷിച്ചു. ചെലപ്പോ ആ റിസീവറിനെയും കുട്ടീനെയും ഞാൻ ഏറ്റെടുക്കേണ്ടി വരുന്നൊക്കെ ഒരു വർത്താനം കേൾക്കുന്നുണ്ട്. അതെങ്ങനെയാ ശരിയാവണ്ടേ? നമുക്ക് ഹോസ്പിറ്റലിന്റെ പേര് കേസ് കൊടുക്കാം. ഒരിക്കലും ഒരു ഡോണറുടെ ഡീറ്റെയിൽസ് ഒരു ഹോസ്പിറ്റലിൽ പുറത്തുവിടാൻ പാടില്ല. ഇതേതാ ഹോസ്പിറ്റല്? മൂന്നാർ റെസിഡൻസി. അത് ഹോസ്പിറ്റലല്ലോ, ഹോട്ടലാണല്ലോ. അന്നത്തെ ദിവസം ഹോസ്പിറ്റലിൽ മുടക്കായിരുന്നു, അതുകൊണ്ട് ഹോട്ടലിൽ പോയിട്ട് ഡൊണേറ്റ് ചെയ്യേണ്ടി വന്നു. നാളെ താഴത്തെ വണ്ടിക്ക് ഞാൻ എന്റെ വീട്ടിൽ പോവാ. നീ അങ്ങനെ പോവല്ലെന്ന്. ഒരു കുടുംബത്തിൽ കയറി വരുന്ന പെണ്ണെന്ന് പറഞ്ഞാൽ ആ വീട്ടിന്റെ വിളക്കാണ്. അവരാണ് ഇപ്പൊ കുട്ടു വഞ്ചിച്ചത്. വിളക്ക് പറഞ്ഞ കൂടി വെച്ചിട്ട് വെളിച്ചം കൂടുള്ളോ കുറയൊന്നുമില്ല. അങ്ങനെ ഇപ്പൊ താൻ ഈ വീട്ടില് ദീപാരാധന നടത്തണ്ട. നിങ്ങൾ എന്തെന്നെ പണിക്കുവാതെ? എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. തലവേദനയോ? അതെപ്പോഴാ തുടങ്ങി? നിന്നെ കെട്ടിയാന്ന് പറഞ്ഞാൽ എനിക്ക് തലവേദന അറിയാൻ പാടില്ലേ? അതിന്റെ തല ഉണ്ടെങ്കിലല്ലേ തലവേദന എടുക്കുള്ളൂ. അതെ, എന്നാ ഈ കുടുംബ ജീവിതം എന്ന് പറയുന്നത് പവിത്രമാണ്. അവിടെ എല്ലാ ദിവസവും പണിയാൻ പോണൊന്നൊന്നുമില്ല. നന്നായിട്ട് വിശക്കുമ്പോഴേ കുറച്ച് പവിത്രം എടുത്ത് അടുപ്പിലിട്ട് പുഴുങ്ങിട്ട് ഇതിനകത്തോട്ട് തന്നാലേ നിങ്ങളുടെ വിശപ്പ് മാറുമോ മനുഷ്യടോ? പണിക്ക് പോടോ. എന്റെ ആര്യ, നിനക്ക് എന്റെ സ്നേഹം മനസ്സിലാവാത്താട്ടോ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്റെ പാത്രത്തിലിരിക്കുന്ന പൊരിച്ച മീൻ വരെ അടിച്ചു മാറ്റി എടുത്ത് കഴിക്കുമ്പോ നിങ്ങളുടെ സ്നേഹം എനിക്ക് മനസ്സിലാവാറുണ്ട്. അല്ല, എനിക്ക് ഈ പൊരിച്ച മീൻ ഭയങ്കര വീക്ക്നെസ് ആയി പോയി. അതാ ചില കണ്ടം പൂച്ചകൾക്കുവേ ഈ പൊരിച്ച മീൻ ഒരു വീക്ക്നെസ്സാ. നിങ്ങളൊരു പൂച്ചയായിട്ട് ജനിക്കേണ്ടതായിരുന്നു. എന്റെ ദൈവമാര് കാലം പറഞ്ഞോളൂ എനിക്ക് കിട്ടി. എടി, നമ്മൾ രണ്ടോടി പേണ്ടോ? ഈ നാട്ടിലെ ജനങ്ങൾ മൊത്തം നോക്കണ എന്നെയായിരിക്കും. അയ്യേ, അത് നിങ്ങളുടെ കയ്യിലിരിപ്പോണ്ട മനുഷ്യ. എടി, നിനക്കറിയാമോ ഈ നാട്ടിലെ പൊന്നോമന ഞാൻ? പൊന്നോമന മീശ വെച്ച ഓമനയോ? നിന്നെ ഉണ്ടല്ലോ ഈ വൈറ്റിലെ ജംഗ്ഷനിൽ കൊണ്ട് നിർത്തിയാണ്ടല്ലോ, 10 ദിവസം കഴിഞ്ഞ് ചെന്ന് നോക്കിയാൽ നീ അവിടെ തന്നെ ഇപ്പണ്ട് ആരും കൊണ്ടാണ്ട്. അത് കഴിഞ്ഞ് ആരും അബദ്ധവശാ പിടിച്ചോണ്ട് പോയാ തിരിച്ചു കൊണ്ടുവന്ന് എന്റെ തന്നെ തന്നിട്ട് സന്തോഷത്തിൽ 10 ദിവസം പാലും പഠിച്ചിരും എനിക്ക്. എന്നെ അവിടെ കൊണ്ട് നിർത്തിയാറുണ്ടല്ലോ, 10 ദിവസം കഴിഞ്ഞിട്ടായാലും ഞാൻ അവിടെ കാണും. നിങ്ങളെ എങ്ങനെ കൊണ്ടുപോയി നിർത്തിയുണ്ടല്ലോ 10 ദിവസം എന്നല്ല 10 സെക്കൻഡ് പോലും. എന്റെ ഈ തട്ടുകടയില് പഴകിയ ഭക്ഷണം വിളമ്പുണ്ട് എന്നുള്ള ഒരു പരാതി പഞ്ചായത്ത് കിട്ടിയിട്ടുണ്ട്. മെമ്പർ പറ, നിങ്ങളിപ്പോ ഇവിടെ ഇന്ന് 2 പൊറോട്ട കഴിക്കാന്ന് വിചാരിച്ചോളി. എടാ, അതിന് തരാൻ എന്റെ അടുത്ത് പൈസ ഒന്നുമില്ല. വിചാരിക്കുന്നതിന് പൈസ കാണുന്നില്ല ആണല്ലേ? ഈ പൊറോട്ടയ്ക്ക് ഞാൻ അടുപ്പത്തുനിന്ന് ലൂസായ ബീഫ് കറി വിളമ്പണോ, അതോ 2 ദിവസം ഇങ്ങനെ ചട്ടിയിലൊക്കെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കുരുമുളകൊക്കെ പിടിച്ച് ഇളക്കി കറുത്ത് മൊരിഞ്ഞ അത് വിളമ്പണോ? എടാ, ബീഫ് ഫ്രൈ ആവുമ്പോ 2 ദിവസം കിടന്ന് മൊരിയണം, അതാണ് അതിന്റെ ടേസ്റ്റ്. പിന്നെ മീൻകറി ആണെങ്കിലോ അടുപ്പത്തുനിന്ന് അങ്ങനെ എടുത്ത് വിളമ്പണോ, അത് 2 ദിവസം കൊടംപുളിയിലൊക്കെ ഇങ്ങനെ കിടന്ന് മസാലയൊക്കെ പിടിച്ച്. മീൻകറി ആവുമ്പോ 2 ദിവസം കിടന്നാലേ അത് സെറ്റാവുള്ളൂ. അപ്പൊ ഇന്നത്തെ കറി വേണോ 2 ദിവസം മുമ്പത്തെ കറി വേണോ? നീ 2 ദിവസം മുന്നത്തെ കറി വിളമ്പിയാ മതി. അപ്പൊ പഴകിയ ഭക്ഷണം വിളമ്പാൻ പഞ്ചായത്ത് അനുമതി. കലകലകല ഒന്നും പറയണ്ട. മണിയണ്ണ
8:45 വാത്തില്ല എന്നാലും പറയാം. അതല്ല ഞാൻ മണിയണ്ണാന്ന് സ്നേഹത്തോടെ വിളിച്ചത്. നീ എന്നെ ഒരു സ്നേഹത്തോടെ വിളിക്കേണ്ടത്. നീ എന്നാൽ ഇത്തിരി പൈസ കിട്ടിയപ്പോഴത്തെ നീ എന്നെ ഇറക്കി വിടത്തില്ലേ? അങ്ങനെയല്ല, നീ എന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞു. ഞാനല്ലേ നിന്റെ ഭർത്താവല്ലേ ഞാൻ? അതൊക്കെ എനിക്കറിയാം. നീ പൈസ ആണോ നിനക്ക് വലുത്? അണ്ണ പോട്ടെ. ആണോ? പക്ഷെ ഇത്രയൊക്കെ കേട്ടത് ഞാൻ ഇവിടെ നിൽക്കണം അല്ലേ? നിൽക്കത്തില്ല. അന്ന് അങ്ങനെ പറയല്ലേ. എടി, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സാധനമുണ്ട്. എന്താണെന്നറിയോ? എടി, അഭിമാനം. അഭിമാനം. എനിക്ക് എന്റെ അഭിമാനം വരുന്നതാണ്. ഞാൻ നിൽക്കത്തില്ല. ഞാൻ പോകും. ഞാൻ എന്റെ പാട്ടിൽ പോകും. നോക്കൂ ചേട്ടാ, ഇവിടെ അടുത്ത് വല്ല ഹോട്ടലുണ്ടോ ചേട്ടാ? കഴിക്കാൻ എന്തെങ്കിലും? ഇവിടെ ഒരു ഹോട്ടലുണ്ട്. കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ? അവിടെ ഉഴുന്നോട് കിട്ടും. വേണേ ഇപ്പൊ ഉഴുന്നോടാ? ഉഴുന്നോട് എനിക്ക് ഭയങ്കര ഇഷ്ടാ. ഉഴുന്നോടെ പോരെ? ഗ്യാസ് അല്ലേ ഉഴുന്നോടാ? അയ്യോ, ഇപ്പൊ തന്നെ ഡ്രംസ് അടിച്ചോണ്ടിരുന്ന വിനയേട്ടന് ഗ്യാസ് അവയർ എന്തെങ്കിലും ഉണ്ടാവോ? ചിലപ്പോ പഴംപൊരി കാണും. അയ്യോ, പഴംപൊരി ഭയങ്കര ഇഷ്ടാ എനിക്ക്. പഴംപൊരി ഓക്കെ അല്ലേ? കൊളസ്ട്രോൾ അല്ലേ? എനിക്ക് പഴംപൊരി തിന്നാൻ പറ്റും. അച്ഛൻ അയ്യോ, വിനയേട്ടന് കൊളസ്ട്രോളാ. വേറെ എന്ത് കിട്ടും? പിന്നെ ഇപ്പൊ ഈ ലഡു, ജിലേബി, അലുവ ഒക്കെ ഉണ്ടാവും. കറുത്താണോ? കൊറേ നാളായി കറുത്തുണ്ടാവും ഇപ്പൊ അത്. കറുത്ത അലുവ മതി, എനിക്ക് ഇഷ്ടമാ. മധുരം വേണ്ട. ഷുഗർ ഇപ്പൊ തന്നെ 1400. ഞാൻ ചത്തു പോകണ്ട. വിനയേട്ടന് ഷുഗറാ. ഇപ്പൊ തന്ന 10 രൂപയില്ലേ, അത് തൊട്ടപ്പുറം ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ അഡ്മിറ്റ് ആക്കും. എന്നിട്ട് ഇവന് നല്ല കോഴിത്തീറ്റ മേടിച്ചു കൊടുക്കും. എനിക്ക് പേടിയാ ചെറി, ഞാൻ ചാടത്തില്ല. അയ്യോ, അങ്ങനെ പറയരുത്, നീ ചാടണം. ഇല്ല, ഇത്രയും നാളും എന്നെ വളർത്തി വലുതാക്കിയ എന്റെ അമ്മയെ അച്ഛനെ ഇട്ടിട്ട് ഞാൻ ചാടത്തില്ല ചെറി. അയ്യോ മക്കളെ, നീ അവനെ ഓർക്കരുത്. നിന്റെ അമ്മയോ അച്ഛനെയോ ഓർക്കരുത്. പിന്നെ ഞാൻ ആരെയോ ഓർക്കണ്ടേ? ഇതൊക്കെ നാട്ടുകാരടുത്ത് പറയാൻ പ്ലാൻ ചെയ്തൊരു പാവ അമ്മച്ചിയുണ്ട്. എന്നെ ഓർത്തൂടെ? ഓ അമ്മച്ചി അവിടുന്ന്. ചെറി, ഞാൻ ചാടാം. ഞാൻ ചാടാം. മോളെ, മോളെ, എന്താ? ഒരു പേന കിട്ടുവോ? എന്തിന്? ആ ചെറുക്കന്റെ പേരൊന്ന് എഴുതിയെടുക്കാനാ. ചിലപ്പോ മറന്നുപോയാലോ. ഓ അമ്മച്ചി, ഞാൻ ചാടുന്നില്ല. അയ്യോ, അങ്ങനെ പറയരുത്, നീ ചാടണം. ഇല്ല, ഞാൻ ചാടത്തില്ല. എടി ചാടടി. ചെറി, ഞാൻ ചാടിയ വീഴും ചെറി. അയ്യോ, ഞാൻ സേഫ് ആയിട്ട് ഇറക്കി തരാൻ. ചാട്. ചെറി, ഇവിടെ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട്. എടാ, വെറുതെ പറയണത്, ഇവിടെ ആരും ഇല്ല. ചാടടി. എനിക്ക് എന്റെ അമ്മ അച്ഛൻ ഉറപ്പിച്ച ചെറുക്കൻ തന്നെ മതി. അയ്യേ, എടി അവൻ കൊള്ളത്തില്ല. എവനാണെങ്കി രണ്ടും കണക്ക് തന്നെ. നീ പിന്നെ ബെസ്റ്റ് ആണല്ലേ.